അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് സജിത. ഞങ്ങൾ മഞ്ചേരിയിലാണ് താമസം. ജോലിയുമായി ബന്ധപ്പെട്ട് മേനോമ്പാറ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞങ്ങളൊരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചികിത്സയിലാണ് 2 കൊല്ലമായിട്ട്. അപ്പോൾ എല്ലാ മാസവും ഒരു പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമാണ് ഞങ്ങളുടെ ഇന്ന് ഒരു പൈസ ചിലവായി പോകുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, 2 പേരും ജോലിക്ക് പോകുന്നു, പക്ഷേ ഒരു അളവിൽ കൂടുതലാണ് ഈ ചികിത്സയ്ക്കായിട്ട് പോകുന്നത്. അപ്പം സാമ്പത്തികമായിട്ടൊരു നേട്ടമില്ല, സമ്പത്ത് വരുന്നതെല്ലാം ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു അല്ലേ? അതെ, ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടുന്നത് ഈ ഹോസ്പിറ്റലിലോട്ട് ചിലവാക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, പോയ മാസം ഞാൻ പുള്ളിയോട് പറഞ്ഞു, 2 പേരുടെയും ഈ മാസം സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമ്പോൾ അതിൽ നിന്ന് 1 രൂപ പോലും എടുക്കരുത്. 2 പേരുടെ സാലറിയിൽ നിന്ന് നമ്മളെ കൊണ്ട് പറ്റാവുന്നത് എനിക്ക് പ്രാർത്ഥനാലയത്തിൽ സ്വസ്ത്ര കാഴ്ചയായിട്ട് കൊടുത്തതിന് ശേഷം മാത്രം എടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. 2 പേരുടെ സാലറി വന്നു. 2 പേരുടെയിൽ നിന്നും സാലറിയിൽ നിന്ന് എന്നെ കൊണ്ട് പറ്റാവുന്ന ഒരു തുക ഞാൻ എടുത്തു മാറ്റി ആലയത്തിൽ കൊടുത്തു. ആ മാസം ഉണ്ടായ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ വിചാരിച്ചതിൻ്റെ അത്രയും പൈസ ഹോസ്പിറ്റലിലോട്ട് ചിലവായില്ല. അത് മാത്രമല്ല, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് ഒരു മെയിൽ വന്നിരുന്നു, പുള്ളിയുടെ സാലറി ഇപ്പം നിൽക്കുന്നതിന് അധികം സാലറി കൂടിയെന്നും. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ HR എന്ന് വിളിച്ചു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, എന്തിനാണാവോ എന്നെ വിളിക്കുന്നത്? കാരണം ഞാൻ ഓൾറെഡി നിൽക്കുന്ന ഒരു പോസ്റ്റ് ഒരു നല്ല പോസ്റ്റിലാണ് നിൽക്കുന്നത്. ഇനി ഒരു പ്രൊമോഷൻ എനിക്കില്ല അവിടെ. ഒരു നഴ്സിംഗ് ഫീൽഡിൽ ഒരു ടീം ലീഡറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്തിനാ HR എന്ന് വിളിച്ചതെന്നുള്ളൊരു ടെൻഷനായി എനിക്ക്. അങ്ങനെ ഞാൻ പിറ്റേന്ന് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞാൻ വന്ന് 10 വർഷം കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇപ്പം നിൽക്കുന്ന സാലറിയിൽ നിന്നും വീണ്ടും ഞാൻ എൻ്റെ സാലറി വർദ്ധിച്ചെന്ന് അവരെനിക്കൊരു മെസ്സേജായിട്ട് തന്നു. അപ്പോൾ ദൈവത്തിന് കൊടുത്തതിന് ദൈവം എനിക്ക് നല്ലൊരു അനുഗ്രഹമാണ് സാമ്പത്തികമായിട്ട് എന്നെ സഹായിച്ചത്. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും സാലറിയിൽ ഇൻക്രിമെൻ്റ് നൽകി കർത്താവ് അനുകരിച്ചു.